പ്രീണന രാഷ്ട്രീയത്തിനായി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്ന് തെളിയിക്കുകയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. പോലീസിനെ അടക്കം ആക്രമിച്ച കലാപകാരികൾക്ക് സംരക്ഷണം നൽകാനാണ് കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം. 2022 ഹബ്ബാലിയിൽ 150ഓളം വരുന്ന അക്രമകാരികളുടെ കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. നിരവധി പോലീസുകാർക്ക് അന്ന് പരിക്കേറ്റു. എന്നാൽ ഈ അക്രമകാരികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിന് പകരം അവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ച് കലാപകാരികളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം അവർ കോൺഗ്രസിന്റെ സ്പെഷ്യൽ വോട്ട് ബാങ്കിന്റെ ഭാഗമാണ്. കുറ്റവാളികൾ പ്രത്യേക സമുദായത്തിന്റെ ഭാഗമായതിനാൽ അവരെ ശിക്ഷിക്കുന്നതിനു പകരം പരസ്യമായി സംരക്ഷിക്കുന്നതിലൂടെ മതേതരത്വത്തെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചുമുള്ള കോൺഗ്രസിന്റെ സംസാരം കാപട്യമാണെന്ന് കൂടി തെളിയുകയാണ്. കുറ്റവാളികൾക്ക് പരസ്യമായ സംരക്ഷണം നൽകുന്നതിൽ കേരളത്തിലെ ഇന്ത്യ സർക്കാരും ഒട്ടും പിന്നിലല്ല. കൊലപാതക കേസുകളിലും പോലീസിനെ ആക്രമിച്ച കേസുകളിലും പ്രതിയായ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എല്ലാ സഹായവും നൽകുന്നു. ജയിലിൽ നിന്നിറങ്ങുന്ന കുറ്റവാളികളെ മാലയിട്ട് സ്വീകരിക്കുന്നു. കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഈ നയമാണ് കേരളത്തിൽ തുടർക്കഥയാകുന്ന കൊലപാതക പരമ്പരകൾക്ക് വഴിമരുന്നിടുന്നത്. പാർട്ടിയും സമുദായവും നോക്കി കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന കോൺഗ്രസും CPM-ഉം നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണ്. ഇതിന് തടയിട്ടേ മതിയാകൂ.